നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ഡെൽ എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന ഡെൽ ഇൻസ്പിറോൺ 3530 എന്ന് പറയുന്ന മോഡൽ ലാപ്ടോപ്പ് ആണ്. പ്രൊഫഷണൽസിനൊക്കെ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന നമ്മുടെ പോക്കറ്റ് എന്നാൽ അധികം കാലിയാക്കാത്ത ഒരു ലാപ്ടോപ്പ് മോഡലാണ് ഡെല്ലിന്റെ ഇൻസ്പിറോൺ 3530 എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ മോഡൽ. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്ന ഡെൽ എന്ന് പറയുന്ന ബ്രാൻഡാണ്. പക്ഷേ ഈ ഒരു ലാപ്ടോപ്പ് 2 ദിവസം ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പങ്കിടുന്നത്. അപ്പോൾ പ്രൊഫഷണൽസിന് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന തരത്തിലുള്ളതാണ് ഡെല്ല് ഈ ഒരു ലാപ്ടോപ്പ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിനുവേണ്ടി ഒരുപാട് പൈസ മുടക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. വളരെ റിലയബിൾ ആയിട്ടുള്ള, അതുപോലെ പവർഫുൾ ആയിട്ടുള്ള, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് ആണ് ഡെല്ലിന്റെ ഇത്തരത്തിൽ ഇൻസ്പിറോൺ 3530 എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ മോഡൽ. അപ്പോൾ പവർഫുള്ളും അതുപോലെ ഫീച്ചറിസ്റ്റിക്കുമായിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ഡെല്ലിന്റെ ഈ ഒരു മോഡൽ. ഈ ഒരു ലാപ്ടോപ്പിന് കരുത്ത് പകരുന്നത് 13th ജനറേഷൻ ഇന്റൽ കോർ i5-1334U എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഈ ഒരു പ്രോസസ്സറിന് 10 കോറും അതുപോലെ 12 ത്രെഡുകളും ഉണ്ട്. നമുക്ക് ഇതിനകത്ത് മാക്സിമം ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 4.6 GHz ആണ്. അപ്പോൾ മികച്ച ഒരു പെർഫോമൻസ്, ഇതിന്റെ പ്രൈസ് റേഞ്ചിൽ ലഭിക്കാവുന്ന മികച്ചൊരു പെർഫോമൻസ് ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് നൽകുന്നുണ്ട്. 16GB DDR4 റാമും അതുപോലെ 512GB വരെയുള്ള ഒരു SSDയും ആണ് ഇതിനകത്ത് സ്റ്റോറേജ് ഓപ്ഷൻ ആയിട്ട് നൽകിയിരിക്കുന്നത്. ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു ലാപ്ടോപ്പിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന്റെ പ്രൈസ് ആണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. മൾട്ടി ടാസ്കിങ്ങിന് ഈ പറയുന്ന ഇന്റലിന്റെ കോർ i5 എന്ന് പറയുന്ന ഇതിനകത്ത് നൽകിയിരിക്കുന്ന പ്രോസസർ ഓക്കെയാണ്. അതായത് ഇപ്പോൾ ഓഫീസ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് കോംപ്ലക്സ് ആയിട്ടുള്ള സ്പ്രെഡ്ഷീറ്റുകൾ ചെയ്യുക, അതുപോലെ വീഡിയോ കോളിംഗ്, അതുപോലെ ഫോട്ടോ എഡിറ്റിംഗ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇന്റൽ ഐറിസ് XE ഗ്രാഫിക്സ് കാർഡാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് നൽകിയിരിക്കുന്നത്. പ്രൊഡക്ടിവിറ്റി സോഫ്റ്റ്വെയറുകൾ, അതുപോലെ ഡാറ്റ അനാലിസിസ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്ത് നോക്കി, ലാഗോ ഇഷ്യൂസോ ഒന്നുമില്ല. നമുക്ക് നല്ല രീതിയിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഇതിന്റെ പ്രോസസറും റാമും ഇന്റേണൽ സ്റ്റോറേജും എല്ലാം കൂടി ചേർന്നുകൊണ്ട് നൽകുന്നുണ്ട്. മൾട്ടി ടാസ്കിംഗ് ഒക്കെ ഈ പറഞ്ഞ പോലെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ ഇതിന്റെ പ്രോസസർ കേപ്പബിൾ ആണ്. ഒരേ സമയം ഒന്നിലധികം ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന, മൾട്ടി ടാസ്കിംഗ് ചെയ്യുന്ന പ്രൊഫഷണലുകൾക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു ലാപ്ടോപ്പ് പരിഗണിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിന്റെ ഒരു ഡിസ്പ്ലേ പറ്റി പറഞ്ഞാൽ 15.6 ഇഞ്ചിന്റെ ഫുൾ HD+ റെസൊല്യൂഷൻ ഉള്ള IPS ഡിസ്പ്ലേ ആണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ആന്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ്. ഹാർഷ് ആയിട്ടുള്ള ലൈറ്റിന്റെ ഗ്ലെയർ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡിസ്പ്ലേയിൽ നിന്ന് പുറത്തേക്ക് വരില്ല. കൂടാതെ ഈ ഒരു ഡിസ്പ്ലേക്ക് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള ഡോക്യുമെന്റുകളൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്ക്രോളിംഗ് ഫീല് നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേയിൽ നിന്ന് ലഭിക്കും. അത്രയും ഒരു ഹയർ റിഫ്രഷ് റേറ്റ് നൽകിയിരിക്കുന്നുണ്ട്. സാധാരണ ലാപ്ടോപ്പിലൊക്കെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഹൈ ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ലാപ്ടോപ്പിലൊക്കെ മാത്രം കാണുന്ന ഒന്നാണ്. പക്ഷേ ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ സ്ക്രീനിൽ നിന്നുള്ള ആ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ടോപ്പ് നോച്ച് ആയിരിക്കും എന്ന് പറയാതെ വയ്യ. 250 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്. അതുപോലെ ഫുൾ HD റെസൊല്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി മീഡിയകൾ ഇതിനകത്ത് യൂസ് ചെയ്യുമ്പോഴും അതുപോലെ ഗ്രാഫിക്സ് റിലേറ്റഡ് വർക്ക് ചെയ്യുമ്പോഴും ക്വാളിറ്റി ഉള്ള പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ആ ഒരു ഫുൾ HD റെസൊല്യൂഷൻ ഒരുപാട് നമ്മെ സഹായിക്കും. 1.62 kg ആണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ വെയിറ്റ്. അതുകൊണ്ട് തന്നെ ഓവർ വെയിറ്റ് ഒന്നുമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് ഇത് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, പുതിയ തലമുറകളൊക്കെ ഓഫീസിൽ ഇരുന്ന് മാത്രം വർക്ക് ചെയ്യുന്നവരല്ല, അല്ലെ, വർക്ക് അറ്റ് ഹോം ചെയ്യുന്നവരുണ്ട്, യാത്രയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ജഡ്ജി ഇരിക്കുന്ന കോടതി എന്ന് പറഞ്ഞ പോലെ പുതിയ തലമുറക്കാർ ഇരിക്കുന്നിടത്ത് ആണ് ഓഫീസ് ഇടാം, അല്ലേ. അതുപോലെ എവിടെ ഇരുന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ലാപ്ടോപ്പ് എവിടേക്കും കൊണ്ട് നടക്കുന്നതിനുള്ള ഒരു പോർട്ടബിലിറ്റി അത് ഉണ്ട് എന്ന് പറയാതെ പോയി. കാരണം ഇത്രയും വെയിറ്റ് കുറവും ഈ പറഞ്ഞ പോലെ ക്യാരി ചെയ്യാനുള്ള ഒരു എളുപ്പവും ഇതിന്റെ ആ ഒരു ഡിസൈനിൽ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വേണം പറയാം. നമ്മൾ ഈ ഒരു ലാപ്ടോപ്പിന്റെ മുകളിലേക്ക് നോക്കിയാൽ ഒരു മെറ്റാലിക് ബിൽഡ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഡെല്ലിന്റെ ആ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഇതുവരെ ഓപ്പൺ ചെയ്താൽ ഏകദേശം ഇത്രയാണ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിന്റെ ഇട സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ചാർജിംഗ് പോർട്ട് കാണാം, HDMI പോർട്ട്, അതും HDMI 1.4 പോർട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ ഉള്ള വീഡിയോകളൊക്കെ ഔട്ട്പുട്ട് എടുക്കുന്നതിന് ഈ ഒരു HDMI പോർട്ട് യൂസ് ചെയ്യാം. ഡിസ്പ്ലേ ഔട്ട് എടുക്കാം. അതുപോലെ USB പോർട്ട് ഇവിടെ ഒരെണ്ണം കാണാം. അതുപോലെ Type-C പോർട്ടും ഇവിടെ കാണാം. ഇപ്പുറത്തേക്ക് വരുമ്പോൾ മറ്റൊരു USB പോർട്ടും ഒരു SD കാർഡ് സ്ലോട്ടും 3.5mm ഓഡിയോ ജാക്ക് വരെ ഉണ്ട്. അപ്പോൾ ഈ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. SD കാർഡ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് എന്നുള്ള ഗുണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ക്യാമറയിൽ നിന്ന് SD കാർഡ് നേരിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഈ 2 USB പോർട്ടുകൾ കൊടുത്തിരിക്കുന്നതിൽ ഒരെണ്ണം USB 3.2 ജനറേഷൻ 1 പോർട്ടും ഒരെണ്ണം USB 2 ജനറേഷൻ പോർട്ടുമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു Type-C പോർട്ട് വന്നിട്ട് USB 3.2 ജനറേഷൻ 1 പോർട്ടുമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫറിംഗ് ഒക്കെ ഇതിനകത്ത് സാധ്യമാണ്. ഈ ഒരു HDMI പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിസ്പ്ലേ ഔട്ട് എടുത്ത് വലിയ സ്ക്രീനിലൊക്കെ കൊടുത്തുകൊണ്ട് ഫുൾ HD റെസൊല്യൂഷൻ ഉള്ള
ഔട്ട് എടുത്ത് നമുക്ക് ഒരു ഡ്യുവൽ സ്ക്രീൻ സെറ്റപ്പിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യുന്നതിനും ആ ഒരു HDMI പോർട്ടും സഹായിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വിൻഡോസ് 11 ആണ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. അതുപോലെ MS ഓഫീസ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അതും ഒരു വലിയ കാര്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽസിന് എന്തായാലും അത്യാവശ്യം വരുന്ന ഒരു സോഫ്റ്റ്വെയർ പാക്ക് ആണ് ഈ പറഞ്ഞ ഓഫീസ് സ്യൂട്ട്. അതെന്തായാലും MS ഓഫീസിന്റെ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതും ഇതിന്റെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ എന്നുള്ളതാണ് ഹൈലൈറ്റ്. ഒരു ഫുൾ സൈസ്ഡ് കീബോർഡാണ് ഈ ഒരു ലാപ്ടോപ്പിന് നൽകിയിരിക്കുന്നത്. ചില ലാപ്ടോപ്പിലെങ്കിലും സൈസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ന്യൂമറിക്കൽ കീപാഡ് ഇവിടെ ആയിട്ട് ഒതുക്കാറുണ്ട്. പക്ഷേ ഇത് ഡെഡിക്കേറ്റഡ് ന്യൂമറിക് കീപാഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെ നമ്പറൊക്കെ അവർക്ക് എപ്പോഴും നമ്പർ ടൈപ്പ് ചെയ്യേണ്ടി വരും. അത്തരക്കാർക്ക് നമ്പർ ടൈപ്പ് ചെയ്യുന്നതിനൊക്കെ വളരെ ഈസിയാണ് ഈ ഒരു ലാപ്ടോപ്പിൽ എന്ന് വേണം പറയാം. അപ്പോൾ ആ സ്പേസ് ചുരുക്കാനൊന്നും ഡെൽ ഇവിടെ നോക്കിയിട്ടില്ല. നല്ല രീതിയിൽ ആ ഒരു കീബോർഡ് അസൈൻ ചെയ്തിട്ടുണ്ട്. ആ ടൈപ്പിംഗ് ഒക്കെ വളരെ സോഫ്റ്റ് ആണ്. ആ കീ ട്രാവൽ ഡിസ്റ്റൻസ് ഒക്കെ ഓക്കെയാണ്. നല്ല സുഖമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇവിടെ ആയിട്ടാണ് ഇതിന്റെ ഒരു ട്രാക്ക് പാഡ്. ഈ ട്രാക്ക് പാഡ് വളരെ സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കീബോർഡിനകത്ത് ബാക്ക് ലിറ്റ് കീബോർഡാണ് നൽകിയിരിക്കുന്നത്. അതായത് ബാക്കിൽ നിന്ന് ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് മങ്ങിയ ലൈറ്റിൽ ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ കീകൾ എങ്ങനെയാണെന്ന് ആ ഒരു ബാക്ക് ലിറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് കൃത്യമായി മനസ്സിലാകും. ഇനി ഇതിന്റെ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ താഴേക്ക് നോക്കുമ്പോൾ ഈ രണ്ട് ഭാഗത്തായിട്ടാണ് ഇതിന്റെ ഒരു സ്പീക്കർ ഔട്ട് വന്നിരിക്കുന്നത്. 2 വാട്ടിന്റെ 2 സ്പീക്കർ, മൊത്തം 4 വാട്ടിന്റെ ഒരു സ്പീക്കർ സെറ്റപ്പാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പ് നൽകുന്നത്. അതുപോലെ അത്യാവശ്യം ഒരു സിനിമയൊക്കെ കാണണമെന്ന് വെച്ചാലും ഇതിനകത്തൂടെ കാണാം. കാരണം ഞാൻ അത്യാവശ്യം എന്ന് പറയാൻ കാരണം കൂടുതലായിട്ടും പ്രൊഫഷണൽസിനെ അവരുടെ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ലാപ്ടോപ്പാണിത്. എങ്കിലും ഫ്രീ ടൈമിൽ സിനിമ കാണണമെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഈ ഒരു സ്ക്രീൻ വഴി സിനിമയൊക്കെ കാണുന്നതിന് സഹായിക്കും. കാര്യം 15.6 ഇഞ്ചിന്റെ ഒരു വലിയ സ്ക്രീൻ സൈസ് തന്നെ എന്തായാലും ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിട്ടുണ്ട്. ബാറ്ററിയെ പറ്റി പറഞ്ഞാൽ 41 വാട്ട് അവറിന്റെ ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ചാർജ് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ 65 വാട്ടിന്റെ ഒരു ചാർജർ ഇതിന്റെ ബോക്സിനോടൊപ്പം വരികയും ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രൈസിംഗ് ആണ് 52,390 രൂപയ്ക്കാണ് ഡെല്ലിന്റെ ഇൻസ്പിറോൺ 15 3530 എന്ന് പറയുന്ന ഈ ഒരു മോഡലിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാം. ഓൺലൈൻ വാങ്ങുകയാണെങ്കിൽ 8GB റാം മതിയോ 16GB വേണോ, അങ്ങനെ ആ രീതിയിൽ പല കസ്റ്റമൈസേഷൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ കസ്റ്റമൈസ് ചെയ്താൽ ഈ ഒരു മോഡൽ ഏറ്റവും വില കുറവിൽ ഈ പറഞ്ഞ 52,390 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇനി ഇത് എവിടെ നിന്ന് വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെല്ലിന്റെ വെബ്സൈറ്റ് ആയ dell.com എന്ന് പറയുന്ന സൈറ്റ് വഴി വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഡെൽ എക്സ്ക്ലൂസീവ് സ്റ്റോറിൽ സന്ദർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഡെല്ലിന്റെ സെയിൽസ് റെപ്രസെന്റേറ്റീവ്സുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങാവുന്നതാണ്. ഓൺലൈനിൽ വാങ്ങണമെങ്കിൽ ഡെല്ലിന്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചേക്കാം. അത്തരത്തിൽ ഡെല്ലിന്റെ വെബ്സൈറ്റ് വഴി വാങ്ങിക്കഴിഞ്ഞാലുള്ള ചില അഡ്വാൻറ്റേജുകളുണ്ട്. അതായത് ഓതന്റിക് പ്രോഡക്റ്റുകളാണ് എന്നുള്ള ഡെല്ലിന്റെ ഒരു അഷുറൻസ്, നോ കോസ്റ്റ് EMI ലഭിക്കും. 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെയുള്ള ഒരു ഡെലിവറി, ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഡെലിവറി. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ 14 ദിവസം കൊണ്ടുള്ള ഒരു എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റിട്ടേൺ. അതുപോലെ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില ഗുഡീസ് അല്ലെങ്കിൽ ചില ബോണസ് ഐറ്റംസ്, നിങ്ങളുടെ ഇരിക്കുന്ന പഴയ ലാപ്ടോപ്പ് നല്ല വിലയ്ക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം, ക്യാഷ് ബാക്ക് പോലുള്ള ചില റിവാർഡ് പ്രോഗ്രാമുകൾ തുടങ്ങിയവയൊക്കെ ഡെല്ലിന്റെ വെബ്സൈറ്റ് വഴി വാങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. എന്ത് തന്നെയായാലും ഈ ഒരു ലാപ്ടോപ്പ് ഈ പറഞ്ഞ 52,390 രൂപ മുതൽ അതാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ആ വിലയ്ക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങുന്നതിനുള്ള ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിരിക്കാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.